ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 46-ാമത്തെ വാക്യം. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അധരം കൊണ്ടും ഹൃദയം കൊണ്ടും സമീപസ്ഥരാകുക എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കുടപ്പിറപ്പുകളെ കർത്താവേ കർത്താവേ എന്ന് സംബോധന ചെയ്ത് ദൈവത്തെ വിളിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ അധരവും ഹൃദയവും ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതായിരിക്കണം. അധരം കൊണ്ട് ഞാൻ കർത്താവിനോടടുത്തും ഹൃദയം കൊണ്ട് കർത്താവിൽ നിന്ന് അകന്നും ഇരിക്കരുത് എന്നോരോ ദൈവ പൈതലിനോടുമുള്ള കർത്തൃ സന്ദേശമാണ് ഈ വചനത്തിൽ കൂടി പരിശുദ്ധനായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. കർത്താവിൻ്റെ ഇഷ്ടം എന്ത് എന്നറിഞ്ഞ് അത് ചെയ്യുന്നവരാണ് കർത്താവിന് ഇഷ്ടമുള്ള മനുഷ്യർ. വചനം ഏറ്റെടുത്ത് അനുസരിക്കുക എന്നതാണ് കർത്താവിന് ഇഷ്ടമായ കാര്യം. അധരം കൊണ്ടുള്ള വാഗ്ധോരണിയല്ല, ഹൃദയം കൊണ്ടുള്ള അനുസരണമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. ഒരു ദൈവപൈതലിൻ്റെ ശരിയായ ആത്മീയ അവസ്ഥ നിർണയിക്കുന്നത് അവൻ്റെ ഹൃദയ നിലവാരമാണ്. ദൈവവുമായുള്ള ഒരുവൻ്റെ ബന്ധം എങ്ങനെയുള്ളത് എന്ന് അവൻ്റെ ഭംഗിയുള്ള വാക്കുകൾ കൊണ്ടല്ല അറിയുന്നത്, മറിച്ച് അവൻ്റെ ഹൃദയം കൊണ്ടുള്ള അനുസരണത്താലാണ്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വീര്യപ്രവൃത്തികൾ ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ എന്ന് തീർത്തു പറയും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഈ വാചകങ്ങൾ വ്യക്തമാക്കി തരുന്ന നിരവധി ശക്തമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമുണ്ട്. പ്രിയ, ദൈവഹിതം എന്തെന്ന് തിരുവചനത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിക്കാതെ കർത്താവെ എന്ന് ആവർത്തിച്ച് വിളിക്കുന്നതിനെ കർത്താവ് നിശ്ചിതമായി ചോദ്യം ചെയ്യുകയാണ്. കർത്താവ് എന്നതിൻ്റെ അർത്ഥം ഉടമസ്ഥൻ, വിധികർത്താവ്, യജമാനൻ എന്നൊക്കെയാണ്. അധരം കൊണ്ട് കർത്താവെ എന്ന് നീട്ടി വിളിക്കുന്നു. എന്നാൽ വിളിയുടെ അർത്ഥം, ആ പേരിൻ്റെ അർത്ഥം എന്തെന്ന് ഗ്രഹിച്ചറിയുകയോ
അവൻ എൻ്റെ യജമാനൻ, അവൻ എന്നോട് എന്താണ് പറയുന്നത് എന്ന് കേൾക്കുവാനോ അതേറ്റെടുത്ത് അനുസരിക്കുവാനോ മനസ്സ് വയ്ക്കാറില്ല. വ്യർത്ഥമായ സംബോധനയും യാതൊരർത്ഥവുമില്ലാത്ത പ്രാർത്ഥനയും പ്രവൃത്തിയും ചെയ്യുന്നവരെ ആരെയും ശാസനയുടെ സ്വരത്തിൽ അപ്പോൾ തന്നെ ആഴമായ സ്നേഹത്തിന്റെ ശബ്ദത്തിൽ കർത്താവ് ചോദ്യം ചെയ്യുന്നതിൻ്റെ പ്രസക്തി ഇന്നും ശക്തമാണ്. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് തിരിച്ചറിഞ്ഞ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് എന്നൊരു ചോദ്യമാണ് അവിടെ മുഴങ്ങുന്നത്. കർത്താവ് ഇന്നും നമ്മോട് പറയുന്നത്, നിങ്ങൾ എൻ്റെ വചനം അനുസരിക്കുകയും. അനുസരണത്തിന് പകരം എത്ര ഭംഗിവാക്കുകൾ ചേർത്ത് വെച്ച് ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാലും പാടിയാലും അത് ദൈവപ്രസാദത്തിന് കാരണമാകുകയില്ല. കർത്താവിൻ്റെ വാക്കിനോടുള്ള അനുസരണക്കേട് പ്രിയരെ ഒരുവനെ നയിക്കുന്നത് അവൻ്റെ നാശത്തിലേക്കും അവനിലുള്ള പൈശാചിക കർത്തൃത്വത്തിലേക്കും ആണ് എന്ന് തിരിച്ചറിയണം. എന്നാൽ ദൈവവചനത്തോടുള്ള അനുസരണം ഒരുവനെ ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹത്തിലേക്കും ദൈവത്തിൻ്റെ കർത്തൃത്വ അംഗീകരണത്തിലേക്കുമാണ് നയിക്കുന്നത്. ഒരുവന്റെ അനുസരണമാണ് എൻ്റെ യജമാനൻ, എൻ്റെ പിതാവ്, എൻ്റെ കർത്താവ് ആരെ എന്ന് തെളിയിക്കുന്നതും അതിന് അവകാശിയാക്കുന്നതും. ആകയാൽ ഞാൻ ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് പറയുന്നവർ തന്നെക്കുറിച്ചുള്ള ദൈവഹിതം ദൈവവചന കേൾവിയാലും ദൈവവചന ധ്യാനത്താലും ഒക്കെ തിരിച്ചറിഞ്ഞ് മനം തിരിഞ്ഞ് സ്വന്തം ഹിതങ്ങൾ ഉപേക്ഷിച്ച് മനുഷ്യരുടെ മുഖം നോക്കാതെ ദൈവമുഖം മാത്രം അന്വേഷിച്ചും കൊണ്ട് ദൈവവചനത്തെ, അതിൻ്റെ കൽപ്പനകളെയും ഉപദേശങ്ങളെയും മുഴുവൻ ചോദ്യം ചെയ്യാതെ അനുസരിക്കുവാൻ തയ്യാറാകുക. അത് മുഖാന്തരം നിത്യമായ അവകാശങ്ങൾ ലഭിക്കുകയും വാഗ്ദത്തങ്ങൾ പ്രാപിച്ച് അനുഭവിക്കുവാൻ ഇടയാകുകയും ചെയ്യുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. അത് ദൈവവചനത്താൽ നമുക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. കൂടപ്പിറപ്പുകളെ, അധരം കൊണ്ട് സമീപസ്ഥരായും ഹൃദയം കൊണ്ട് ദൂരസ്ഥരായും ഇരിക്കുന്നവരാകരുതെന്നാണ്. അധരം കൊണ്ട് കർത്താവേ കർത്താവേ എന്ന ആവശ്യ നേരങ്ങളിൽ വിളിച്ച് സമീപസ്ഥരായി തീരുവാൻ ബന്ധപ്പെടുന്ന ആർക്കും ശരിയായ നിലയിൽ ദൈവിക സാമീപ്യം അനുഭവിക്കാനാവുകയില്ല. ഹൃദയം കൊണ്ട് നാം ദൈവത്തെ അനുസരിക്കാതെ അവൻ എൻ്റെ പിതാവ്, ഞാൻ അവനെ അറിയുന്നു, അവൻ എൻ്റെ കർത്താവ്, അവനാണ് എൻ്റെ യജമാനൻ എന്ന് അംഗീകരിക്കാതെയുള്ള ആവർത്തിച്ചുള്ള പദപ്രയോഗങ്ങൾ വെറും അധര ചർവണമായി മാത്രമേ ദൈവം കാണുകയുള്ളൂ. ദൈവാത്മാവ് ഉള്ളിൽ വസിക്കുന്നവരായി അവൻ്റെ വചനം നാം അനുസരിച്ച് കർത്താവേ എന്ന് വിളിച്ചാൽ കർത്താവ് കേൾക്കുകയും തൽക്ഷണം ഉത്തരമരുളുകയും ചെയ്യും. അപ്രകാരം എന്നെ ഒന്ന് പണിയണമേ, എന്നെ ഒന്ന് ഒരുക്കണമേ എന്ന് സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ ഈ സമയവും നമുക്ക് ഉപയോഗിക്കാം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം, ആ വചനത്തിൻ്റെ ശക്തമായ ഉപദേശങ്ങൾ, കർത്തൃപദേശങ്ങൾ ഞങ്ങൾക്ക് കേൾക്കുവാനും ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും തന്ന അവസരത്തിനായി സ്തോത്രം. അധരം കൊണ്ട് ഞങ്ങൾ സമീപസ്ഥരായിരിക്കുവാൻ മാത്രം ഇടയാകാം. ഞങ്ങളുടെ ഹൃദയം കൊണ്ട് അങ്ങയോട് സമീപസ്ഥരായി തന്നെ ഇരിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളും ഹൃദയവും ഒരുപോലെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന അനുഭവമുള്ളതായി തീരുവാൻ ഇടയാക്കണമേ കർത്താവേ. അതിനുവേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു. അതിനെതിരെ ഞങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്നത് എന്തും കർത്താവെ തകർത്തു കളയുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഞങ്ങൾ ചോദിക്കുന്നു. ഇന്ന് പകലിൽ ചില മറുപടികളും ചില വിടുതലുകളും വചനം കേട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയുടെ മുൻപിൽ കൊടുക്കണമേ. സ്വർഗമതി ചെയ്യുന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ.
പ്രിയരിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.